എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിലാണ്. ഞങ്ങൾക്ക് 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിയോഗം പോലെയാണ്, ഒരു നിമിത്തം പോലെയാണ് ഞങ്ങളിവിടെ എത്തിയത് കൃപാസനത്തിൽ. അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അമ്മയോട് ഒരു കാര്യമേ പറഞ്ഞിരുന്നുള്ളൂ, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കൊരു സൂചനയെങ്കിലും തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഏപ്രിലിൽ വരുമ്പോൾ ഞാൻ ജൂൺ 30 എന്നൊരു ഡേറ്റാണ് അമ്മയോട് പറഞ്ഞത്. ഞാൻ ആ ഉടമ്പടി ആ നിയോഗം എഴുതിയതിൻ്റെ പേപ്പറിൻ്റെ പുറകിൽ ഞാനൊരു ഡേറ്റ് ഇട്ട് വച്ചിരുന്നു. മെയ് 29 ഞാൻ UPT ചെയ്തു. അത് പോസിറ്റീവായി കാണിച്ചു. അന്ന് ഒരുപാട് സന്തോഷം തോന്നി. മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. സ്കാൻ ചെയ്തു, ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കൂടി കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാർട്ട് ബീറ്റ് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി ചെല്ലുമ്പോൾ പിന്നെയും പറഞ്ഞത് വളർച്ച നിന്നുപോയി, ഹാർട്ട് ബീറ്റും കാണുന്നില്ല, ഇത് നമുക്ക് MTP ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എനിക്ക് ഒരാഴ്ചത്തെ സമയം തന്നു. ഇത് ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട, ഇതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, എന്നാണ് വരാൻ പറ്റുന്നതെന്നുള്ള ഡേറ്റ് പറയാനാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെയും പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി, ഇത് കളഞ്ഞു പോയല്ലോ എന്നോർത്ത്. അങ്ങനെ അടുത്ത 1 മാസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റിൽ ഒന്നുകൂടി UPT ചെയ്തപ്പോൾ അതും പോസിറ്റീവായി കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു, ഇതും ഇനി എങ്ങനെ ആയിരിക്കുമെന്ന്. അന്ന് ഡോക്ടറിനെ കുറച്ചുകൂടെ ലേറ്റായാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോയത്. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്വിൻസ് ആണെന്നാണ്. അന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. പുറത്തിറങ്ങി ഞാൻ ഒത്തിരി സന്തോഷത്തോടെ വെളിയിറങ്ങിയപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ട്വിൻസാണ്, അത് നീ വെളിയിറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞാൻ നേഴ്സാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോയി. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോയി ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എന്തോ ബ്ലീഡിങ് പോലെ തോന്നി. എൻ്റെ സൂപ്പർവൈസർ എന്നെ പെട്ടെന്ന്, ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്തു നിന്നാണ് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ അപ്പം തന്നെ ഞാൻ അവരുടെ അടുത്തെല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ബ്ലീഡിങ് പോലെ വന്നത്. അപ്പോൾ സിസ്റ്റർ എന്നെ പെട്ടെന്ന് വീൽ ചെയറിലിരുത്തി എന്നെ OPയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് വെച്ച് താമസിപ്പിക്കേണ്ട. അങ്ങനെ എന്നെ എമർജൻസി ആയിട്ട് സ്കാനിങ്ങിന് കയറ്റി.